അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 2023-2024 അധ്യയന വർഷത്തിലെ. അപ്പോൾ അതൊരു വാർഷിക പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു മോഡലായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണിത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് പരീക്ഷ ഇതുവരെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് അവർക്ക് ആൻസർ ചെയ്യാനുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കാം. അവിടെ സൊഫു അസാനി രണ്ടാം ക്ലാസ്സാണ്. അവിടെ ഡിവിഷനുള്ളവർക്ക് എയും ബിയും സിയും ഒക്കെ അങ്ങനെയുള്ളവർക്ക് എ ബി അങ്ങനെ കൊടുക്കാം കേട്ടോ. ഗ്രേഡ് അവരുടെ ഡിവിഷൻ ഏതാണെന്ന് വെച്ചാൽ അതുപോലെ. പിന്നുള്ളത് അൽ ഇസ്മ്. അവിടെ ഇസ്മ എഴുതുക, പേരെന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹയ്യാ നക്തുബ്. തന്നിട്ടുള്ള വാക്കുകൾ അനുയോജ്യമായ ചിത്രങ്ങൾക്കു താഴെ എഴുതാം. ഇന്ന് വായിച്ച് ഏതൊക്കെയാ വാക്കുകളുള്ളത് വായിച്ചു നോക്കൂ കുട്ടികളെ, നോക്കൂ. ബുർത്തുഖാലുൻ, തൊമാത്തിമു, ജസറുൻ, മൗസുൻ, ബാദിൻജാനു, ബാമിയ, തുഫാഹുൻ, റുമ്മാനുൻ. അല്ലേ? അപ്പൊ ഈ പിക്ചർ നിങ്ങൾ കണ്ടതൊക്കെ അറിയണല്ലേ നിങ്ങൾക്ക്? എന്നാൽ ബുർത്തുഖാൽ ഇതാ ഇവിടെ അല്ലേ, ബുർത്തുഖാൽ. നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരാൾ ഉണ്ടോ നിങ്ങൾ ചിത്രം കുട്ടികൾ അവർക്കും കൂടി കാണട്ടെ, എല്ലാവരും കാണട്ടെ. അപ്പൊ നമുക്ക് ഇനി ഇതെന്താണ് ഈ പിക്ചർ ഏതാ? മൗസുൻ. എഴുതിലൂടെ മൗസുൻ ഇതാ ഇതില്ലേ, മൗസുൻ. ഇനിയാണ് ഇവിടെയാണ് കാണിക്കേണ്ടത്. അപ്പോ തുഫാഹ് എവിടെ? തുഫാഹ്. ഓക്കെ, മൗസ് കാണിച്ചു. ഇനി ബുർത്തുഖാല് അതിലിത്. അപ്പൊ എവിടെ എടുത്ത് എഴുതണം? ബുർത്തുഖാല്. അപ്പൊ ഈ എടുത്ത പേര് ഇതിന്ന് പേരെടുക്കുക, ഇതിൽ എഴുതുക കേട്ടോ. തുഫാഹുൻ, മൗസുൻ, ബുർത്തുഖാലുൻ. ഇതെന്താണ് പിക്ചർ? റുമ്മാനുൻ. റുമ്മാൻ എടുത്തിട്ട് ഇവിടെ എഴുതുക അല്ലെ. ഇതോ ബാദിൻജാനുൻ അല്ലെ, ബാദിൻജാൻ. അത് ഇവിടെ എടുത്തത് അല്ലെ. ഇനിയോ ടൊമാറ്റിം, തക്കാളി, ടൊമാറ്റോ അല്ലേ, ടൊമാത്തിമു. ഇനിയോ ബാമിയ. ഹൈവ നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഇതോ ജസറുൻ. എന്താണ് ഇവിടെ ജസർ? ഈ എന്തിന്റെ ഒക്കെ പേരൊന്നും കൂടെ പറയണി. തുഫാഹുൻ, മൗസുൻ, ബുർത്തുഖാലുൻ, റുമ്മാനുൻ, ബാദിൻജാൻ, ടൊമാത്തിമു, ബാമിയ, ജസർ. അപ്പൊ അത് കറക്റ്റായി എത്ര മാർക്കാ? 16 മാർക്ക്. 16 മാർക്ക് കിട്ടും കേട്ടോ. ഇനിയോ നെക്സ്റ്റ് സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ എന്താ? ഹയ്യാ നുക്മിലു ബിസ്സഹീഹ്. ശരിയായ പദം കണ്ടെത്തി വാചകം പൂർത്തിയാക്കാം. അപ്പൊ ഒന്നാമത്തത് ഫസ്റ്റ് വൺ എന്താ? തിൽക്ക ഡാഷ്. അപ്പം തിൽക്ക എന്ന് വന്നതുകൊണ്ട് മുദരിസത്തുൻ എന്നാണോ വരിക? മുദരിസുൻ എന്നാണോ വരിക? ഏതാണ് വരിക? മുദരിസത്തുൻ. തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്, മുഅന്നസാണ്. അതുകൊണ്ട് മുദരിസത്തുൻ. പറയണേ എല്ലാരും. ഹാദാ ഡാഷ്. ഷജറത്തുൻ എന്നാണോ ഇമാമുൻ എന്നാണോ? ഷജറത്തുൻ എന്നാണോ ഇമാമുൻ എന്നാണോ? ഇമാമുൻ. ഹാദാ ഇമാമുൻ. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഒരു ടെക്സ്റ്റിൽ ഒരുപാട് പഠിച്ചതില്ലേ, അതൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഡാഷ് വലതുൻ. ആദിഹി വലതുൻ എന്നാണോ? ഹാദാ വലതുൻ എന്നാണോ? ഹാദാ വലതുൻ. ഇവിടെ ബിന്തുൻ ആണെങ്കിൽ എന്താ വരിക? ബിന്തുൻ ആണെങ്കിൽ എന്താ ഇവിടെ വരിക? ഹാദിഹി എന്നാണോ ഹാദാ എന്നാണോ വരിക? ഹാദിഹി ബിന്തുൻ. ഇവിടെ വലതുൻ വന്നുകൊണ്ട് ഹാദാ വലതുൻ. അപ്പൊ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതൊരു മോഡലാണ്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇവിടെ തന്ന പദത്തിന് പകരം വേറെ ഒക്കെ പദങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ. ഇനി സഹ്റത്തുൻ എന്നാണ്. ദാലിക സഹ്റത്തുൻ എന്നാണോ തിൽക്ക സഹ്റത്തുൻ എന്നാണോ? സഹ്റത്തുൻ എന്നുള്ളതുകൊണ്ട് തിൽക്ക സഹ്റത്തുൻ. അപ്പൊ ഇവിടെ തിൽക്ക സഹ്റത്തുൻ, തിൽക്ക എന്ന് എഴുതാ അല്ലെ. ദാലിക ദീക്കുൻ എന്നാണോ ദജാജത്തുൻ എന്നാണോ? ദീക്കുൻ. ദാലിക ദീക്കുൻ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാട് നിങ്ങൾ പഠിച്ച പദങ്ങൾ ഉണ്ടാവും, അതൊക്കെ നോക്കുക. അതിൽ കുറെ എണ്ണ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്, അമ്പജൊക്കെ ഉണ്ട്, വരാത്ത വേറെ പദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം.
ഹയ്യ നക്തുബു അൽ മുഫ്രദാത്ത്. ഹയ്യ നക്തുബു അൽ മുഫ്രദാത്ത്. ഏകവചന രൂപങ്ങൾ എഴുതാം. ഇവിടെ മുഫ്രദ് എന്ന് പറഞ്ഞാല് ഏകവചനാണ്, ജംഅ് എന്ന് പറഞ്ഞാല് ബഹുവചനാണ് അല്ലെ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുക. ഇപ്പൊ കലം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. കലം എന്ന് പറഞ്ഞാല് പേന. അപ്പം ഒരുപാട് പേനകൾ എന്നുള്ളതിന് അഖ്ലാമുൻ. ഇപ്പൊ ഡാഷ് മുഫ്രദില് എന്താണ്, മുഫ്രദില് ഡാഷ്. ഇവിടെ എന്താ ഉള്ളത്, അബ്വാബുൻ. അപ്പൊ എന്തായിരിക്കും വരിക, ഉറക്ക പറ. ബാബുൻ. വെരി ഗുഡ്. അടുത്തത് കുത്തുബുൻ എന്നാണ്, ഒരുപാട് പുസ്തകം. കിതാബുൻ, ഒരു ബുക്ക് അല്ലേ, കിതാബുൻ. അസ്ഹാറുൻ, സഹറുൻ. പറഞ്ഞാ പോരാ, എഴുതാനും കഴിയണം. എഴുതാൻ കഴിയൂലേ? ഇൻഷാ അല്ലാഹ്. ഫറാശാത്തുൻ, ഫറാശത്തുൻ ഒരു ലേ, അതിന്റെ മുഫ്രദ് എന്താണ്, ഫറാശത്തുൻ, ഒരു ബട്ടർഫ്ലൈ അല്ലേ, ഒരു പൂമ്പാറ്റ. ദഫ്തറുൻ, ദഫാത്തിറു അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാം. ഇനി അടുത്തത് ഹയ്യാ നക്തുബു കമാ ഫിൽ മിസാൽ. ഹയ്യാ നക്തുബു കമാ ഫിൽ മിസാൽ. തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് അറബിയിൽ പേരുകൾ എഴുതാം. ഇവിടെ കുറച്ച് പിക്ചർ കണ്ടോ നിങ്ങള്, എല്ലാരും കണ്ടോ? ഇതിന്റെ പേരുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഒരു പേര് ഒന്നിന്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതെന്താ എഴുതിയത്? അസീറുൻ. എന്താ അസീറുൻ എന്ന് പറഞ്ഞാല്? ജ്യൂസ് അല്ലേ. ഇനി ഇവിടെ ഇതെന്തായിരിക്കും എന്നാലും എല്ലാവരും പറയണേ, ആരെ പെട്ടെന്ന് പറയാൻ നോക്കട്ടെ. എന്താണ്? മിർവഹത്തുൻ. ഇതോ? സമക്കത്തുൻ. ഇവിടെ എഴുതാൻ അറിയോ? ഈ വരയിലൂടെ, ഈ ഡോട്ട് ഇട്ടയിലൂടെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇതോ? ഇതെന്താ? സാഅത്തുൻ. ഇതോ? ഫനസുൻ. ഇതോ? കുർസിയുൻ. ഹൈവ, മാഷാ അല്ലാഹ്. ഇനി അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും കേട്ടോ. ഇതിന്റെ മുമ്പത്തെ എത്ര മാർക്കായിരുന്നു? 8 മാർക്ക് കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ ഇതേപോലെ ജംഉം മുഫ്രദും കുറെ എണ്ണം ഉണ്ടാവും. അത് ഇതിലില്ലാത്തതും നിങ്ങൾ പഠിക്കുക, ഇതും പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇതേപോലെ ഇതും ഈ വർഷവും വരാൻ ചാൻസ് ഉണ്ട്. ഇതിലുള്ള മറ്റു പിക്ചറുകളും ഇതും ഒക്കെ കൂട്ടി പഠിക്കുക, ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ. അപ്പം അത് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി ഇവിടെ അടുത്തതായിട്ട് തന്നത് ഒരു പദ്യമാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാട് പദ്യല്ലേ? ആ പദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ പദ്യമുണ്ട്? മദ്രസത്തി പദ്യമുണ്ട്. പിന്നെ 3-4 പദ്യങ്ങളുണ്ട്. ശുക്രൻ ശുക്രൻ യാ മന്നാൻ അല്ലേ, നഷ്കുറുദം ഫീ മദ്രസത്തി എന്നുള്ള പദ്യമുണ്ട്. പിന്നെ അത് അർണബ് അർണബ്. ഇവിടെ തന്നിട്ടുള്ളത് അർണബ് അർണബ് തൽഅബു ദൗമൻ എന്നുള്ള പദ്യമാണ്. ഈ കവിത പൂർത്തിയാക്കാനാണ്. അർണബ് അർണബ് തൽഅബു ദൗമൻ. ഇവിടെ എന്തായിരിക്കും? അർണബ് അർണബ്. അപ്പൊ ഈ അർണബ് ഇവിടെ നിർത്താൽ മതി, നിങ്ങൾ സ്വന്തം എഴുതണ്ട. ഇവിടെ അർണബ്, ഈ അർണബ് ഇവിടേക്ക് എഴുതുക. അർണബ് അർണബ് മാ എന്നാണ്. അത് തിന്നലോ കുടിക്കലോ? മാ, വെള്ളം. തശ്റബു മാഅൻ. അർണബ് അർണബ് ജസറാണ്. തഅകുലു ജസറൻ. അവിടെ തഅകുലു, ദാ തഅകുലു, അതെടുത്ത് എഴുതുക. അർണബ് അർണബ് തംറഹു ദൗമൻ. അത് ഇവിടുത്തെ എഴുതുക അല്ലേ. അങ്ങനെ എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? 8 മാർക്ക്. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പുസ്തകത്തിൽ വന്നിട്ടുള്ള മറ്റു പദ്യങ്ങൾ ഇതേപോലെ നിങ്ങൾ പഠിക്കുക കേട്ടോ. യാ മദ്രസി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേറെന്താ, ശുക്രൻ ശുക്രൻ യാ മന്നാൻ ആയിക്കോട്ടെ, ഒക്കെ നന്നായിട്ട് നോക്കുക. ഇതുപോലെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതാൻ കഴിയണം. മനസ്സിലായിട്ടോ? ഇനി അടുത്തത് ഹിവാർ പൂർത്തിപ്പിക്കാനാണ്. സംഭാഷണം പൂർത്തിയാക്കാം. ഹയ്യാ നുക്മിലു അൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കാം. എത്ര മാർക്കിനാണ്? 8 മാർക്കിന് കേട്ടോ. ഇവിടെ സൽമാനും പിന്നെ ആരാളുള്ളത്? റാഷിദും. സൽമാൻ എന്തോ പറഞ്ഞപ്പോ റാഷിദ് പറഞ്ഞത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പൊ എന്തായിരിക്കും സൽമാൻ പറഞ്ഞിട്ടുണ്ടാവുക? ഇതിലുണ്ട് അസ്സലാമു അലൈക്കും. അതെവിടെ എഴുതുക? ദാ ഈ ഡോട്ടിലൂടെ എഴുതുക കേട്ടോ. അസ്സലാമു അലൈക്കും. വൃത്തിയായിട്ട് എഴുതണേ. പിന്നെ സൽമാൻ അപ്പം എന്ത് പറഞ്ഞു? റാഷിദ് അലൈഹിസ്സലാം പറഞ്ഞു. പിന്നെ സൽമാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇലാ ഐന തദ്ഹബു യാ റാഷിദ്. ഇലാ ഐന, എന്താ വായിക്കുക? ഇലാ ഐന തദ്ഹബു യാ റാഷിദ്. എന്താ അതിന്റെ അർത്ഥം? റാഷിദെ, ഈ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ റാഷിദ് പറഞ്ഞു എന്ത്? അബൂക്ക എന്നാണോ ലാ എന്നാണോ? അസ്സലാമു അലൈക്കും നമ്മൾ എഴുതി. ഇലൽ മസ്ജിദി എന്നാണോ? ഇലൽ മസ്ജിദി അല്ലേ. റാഷിദ് കൊടുക്കാൻ പോകുന്നത് പള്ളിയിലേക്കാണ് അല്ലേ. അപ്പൊ ഇലൽ മസ്ജിദി, വീട്ടിലേക്കാണെന്നുള്ള എങ്ങനെയാ പറയാ? ഇലൽ ബൈത്തി. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോന്നും മനസ്സിലാക്കാം. മദ്രസയിലേക്കാണ് പോവാന്ന് എങ്ങനെയാ? ഇലൽ മദ്രസത്തി അല്ലേ.
സൽമാൻ. ഐന. അടുത്ത ചോദ്യം സൽമാൻ. എന്താ സൽമാനാണ്. ഐന അബൂക്ക. ഇതെടുത്തിട്ട് ഇവിടേക്ക് ചെയ്ത അല്ലെ. ഐന അബൂക്ക. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ ഉപ്പ എവിടെ? എവിടെയാണ്. അപ്പൊ റാഷിദ് പറഞ്ഞു ഹുവ ഫിൽ ബൈത്തി. ഉപ്പ എവിടെയാ? വീട്ടിലാണ്. സൽമാൻ ഹൽ സൊല്ലൈത. എന്താ അതിന്റെ അർത്ഥം? നീ നമസ്കരിച്ചോ എന്നാണ്. ഹൽ സൊല്ലൈത എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നമസ്കരിച്ചോ. അപ്പൊ റാഷിദ് പറഞ്ഞു എന്ത്? അതിൽ ഇനിയുള്ളത് ലാ എന്നാണ്. അതോടുകൂടി ഈ സംഭാഷണം പൂർത്തിയായിട്ടോ. ലാ, ഞാൻ നമസ്കരിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു സൽമാൻ? തആല തആൽ നുസല്ലി. വരൂ നമുക്ക് നമസ്കരിക്കാം. അപ്പൊ റാഷിദ് ശുക്രൻ, താങ്ക് യു, ജസാക്കല്ലാഹു ഖൈർ അല്ലേ. ജസാക്കല്ലാഹു ഖൈറൻ. അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകട്ടെ. അടുത്തത്. അപ്പൊ അതിന് അതേപോലുള്ള സംഭാഷണങ്ങൾ ബുക്കിലുണ്ടോ? നോക്ക്, ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. ഒരുപാട് സംഭാഷണങ്ങളില്ലേ. ആ സംഭാഷണങ്ങൾ ഇതാ ഹദിയന്റെ അതിലുണ്ട് സംഭാഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങളുണ്ട്. വേറെയും സംഭാഷണങ്ങളുണ്ട് അല്ലേ. ആ സംഭാഷണങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ ഇവിടെ ഒരു സംഭാഷണം പൂർത്തിയാക്കാനുള്ളതുണ്ട്. ഇങ്ങനെ ആ സംഭാഷണങ്ങളൊക്കെ നോക്കി ശരിക്ക് പഠിക്കുക. ഇതവിടെ സമീറും വലതും തമ്മിലുള്ള സംഭാഷണം ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ചെറിയ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പെട്ടിക്കോളത്തിൽ നിങ്ങൾക്ക് നേരത്തെ തന്നതുപോലെ ചേർക്കാനുള്ളത് അതിൽ തന്നെ തരും. നിങ്ങൾ സ്വന്തം എഴുതേണ്ടിയൊന്നും വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയണം. അപ്പം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഇതല്ലേ, ഇതിന് മുമ്പത്ത് നോക്കില്ലേ? യെസ്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചതുരത്തിൽ കൊടുത്ത പദങ്ങളെ ഹാദിഹി ഹാദ എന്നിവ ചേർത്ത് വേർതിരിച്ചെഴുതാം. ഹയ്യ നക്തുബ് കമാഫിൽ മിസാൽ അല്ലേ. ഹാദിയാദിഹിം വെച്ചുകൊണ്ട് പദങ്ങൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയതല്ലേ. ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് അത് പഠിച്ചു മനസ്സിലാക്കി നന്നായിട്ട് നിങ്ങൾക്ക് ഇനി എഴുതാൻ കഴിയും. അപ്പൊ നോക്കി ഞങ്ങൾ എത്രത്തോളം പഠിച്ചു ഞാൻ നോക്കട്ടെ. എല്ലാവരും പറയില്ലേ? ഇൻഷാ അല്ലാ. ഹാദാ ബാബുൻ, ഹാദിഹി മിർവാഹത്തുൻ. ഈ ആദ്യത്തെ രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ എഴുതാന്ന്. ഇനി ഇത് നിങ്ങൾ പറയണം. എന്തെന്താ? സജ്ജാദത്തുൻ. എന്താ? സജ്ജാദത്തുൻ. അത് ഇതിലെ വരിക? ഹാദിയിലാണോ ഹാദിഹിയിലാണോ? ആദിഹി സജ്ജാദത്തുൻ. അപ്പൊ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ആദിഹി സജ്ജാദത്തുൻ. അപ്പൊ അതുപോലെ എഴുതാം കേട്ടോ. ആദാ ആദിഹി എന്നിവ ചേർത്ത് വേർതിരിച്ച് എഴുതാനാണ് കേട്ടോ. പിന്നെ ശുബാക്കുൻ എന്നുള്ളതാണ്. എങ്ങനെ എഴുതാ നമ്മള്? ശുബാക്കുൻ എന്നുള്ള ഏത് കുളത്തിൽ എഴുതുക? ഹാദാ ശുബാക്കുൻ. ഇനിയോ? തോവിലത്തുൻ. ഹാദിഹി തോ പറ. ഹാദി അങ്ങനെ തന്നെ പറയട്ടോ. ഹാദിഹി തോവിലത്തുൻ. കുർസിയുൻ. ഹാദാ കുർസിയുൻ. മിഅ്സറത്തുൻ. ഹാദിഹി മിഅ്സറത്തുൻ. കിതാബുൻ. ഹാദാ കിതാബുൻ. ഉണ്ടോ? അപ്പൊ ഇത് കോളം മാറാതെ വൃത്തിയായിട്ട് ശരിക്കും എഴുതണം. ഹയ്യ നഉദ്ദു വനക്തുബു. ഹയ്യ നഉദ്ദു വനക്തുബു. എണ്ണാം എഴുതാം. ഇതിന് എത്ര മാർക്കായിരുന്നു? 12 മാർക്ക് കേട്ടോ. അപ്പൊ എത്ര മാർക്ക് ഉണ്ടാവും ഓരോന്നിനും അല്ലേ? 2 മാർക്ക് വീതം അങ്ങാണ്ട് ഉണ്ട് കേട്ടോ. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക. ഒന്ന് തെറ്റിയാൽ ഇപ്പോൾ 2 മാർക്കൊക്കെ പോവും. തെറ്റരുത്. ഒറ്റയൊന്നും തെറ്റാതെ ശരിക്കും വൃത്തിയായിട്ട് എഴുതണം. ഹയ്യ നഉദ്ദു വനക്തുബു. അടുത്തത് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എണ്ണം നിങ്ങൾക്ക് എണ്ണാൻ അറിയോ? എങ്ങനെയാണ്? 1 2 3 അങ്ങനെയാണോ? അറബിയിൽ വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. അറിയില്ലേ? ആ എണ്ണ എഴുതാൻ അറിയോ? അറിയോ? നമ്മുടെ ബുക്കിലുണ്ട് അല്ലേ. ഇപ്പോൾ അതാ നമ്മുടെ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ കലമുൻ വാഹിദ്. ഒരു പേനാന്ന് എങ്ങനെ പറയാ? കലമുൻ വാഹിദ്. ഇനി 2 പേനകളായപ്പോൾ എന്ത് ചെയ്തു? കലമാനി ഇസ്നാനി. സലാസത്തു അഖ്ലാമിൻ. ഉണ്ടോ? സലാസത്തു അഖ്ലാമിൻ. അർബഅത്തു അഖ്ലാമിൻ. 4 പേനകൾ. ഖംസത്തു അഖ്ലാമിൻ. അങ്ങനെ. ഇനി നമുക്ക് ഇത് തന്നെ നോക്കാം. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത. ഒന്നുകൂടെ തന്നെ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത. സിത്തത്തു കുതുബിൻ. എങ്ങനെ എഴുതാ? സിത്തത്തു കുതുബിൻ. അടുത്തതോ? വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ്അ. സബ്അത്തു
ഇവിടെ സബഅത്തു എഴുതുക അഖ്ലാമിൻ 7 പേനകൾ. ഇനിയോ വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖംസ സിത്ത സബഅ സമാനിയ സമാനിയത്തു അസ്ഹാരിൻ. എത്ര കുർസിയുണ്ട്? വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖംസ സിത്ത സബഅ സമാനിയ തിസ്അതു കുർസിയിൻ. എങ്ങനെ വായിക്കുക? തിസ്അതു കുർസിയിൻ. അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ 80 ഔട്ട് ഓഫ് 80 കിട്ടും. പിന്നെ നിങ്ങൾക്ക് സി മാർക്കും ഇല്ലേ? സി മാർക്ക് എത്ര മാർക്ക് ഉണ്ട്? 20 അല്ലേ? അപ്പൊ 20 18 എത്രയാ? 100 മാർക്ക്. 100 ഔട്ട് ഓഫ് 100 കിട്ടൂലേ? ഇൻഷാ അല്ലാഹ്. നല്ല കുട്ടികളായിട്ട് ശരിക്ക് പഠിക്കുക കേട്ടോ. ഓക്കെ. പുസ്തകത്തിൽ തന്ന ഓരോ വാക്കുകളും ഇങ്ങനെ വേർതിരിച്ച് എഴുതാനുള്ളത് അതൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.